ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വുമൻസ് വിത്ത് അനുശ്രീ. ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് എന്ന് പറഞ്ഞാൽ വന്ദേ ഭാരതിൽ ഞാൻ രണ്ടാമത്തെ തവണയാണ് പോണേ. ഫസ്റ്റ് തവണ പോയപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ഇത് സെക്കൻഡ് ടൈമാണ്. അപ്പോൾ ഞാൻ മെട്രോയിൽ എത്തിയിട്ട് ഇവിടെ നിന്നാണ് ഞാൻ സെൻട്രലിലേക്ക്, അതായത് MGR സെൻട്രൽ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. കാരണം നോർമലായിട്ട് ഞാൻ പോകാറുള്ളത് ലോക്കൽ ട്രെയിനിലാണ്. പക്ഷേ ഈ ചൂടത്ത് ഈ ലോക്കൽ ട്രെയിനിൽ പോയി അത്രയും നേരം 3/4 മണിക്കൂർ ഇരിക്കുന്നത് ഭയങ്കര ടാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ഇറങ്ങി ഈ മെട്രോ റെയിൽ പിടിച്ച് ഇങ്ങനെ മെട്രോയിൽ ഇരിക്കുകയാണ്. ഇരുന്ന് കുറേ കാഴ്ചകളും എല്ലാം കണ്ട് ഒക്കെ ഒത്തൊരു സൈലൻ്റ് ആയിരുന്നു ഞാൻ. കാരണം ആരും പരിചയമില്ല, ആരുമില്ല. എല്ലാവരും അവരുടേതായ ബിസി ലൈഫിൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോവുക വരിക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനതൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മിണ്ടിയും പറയാൻ ആരുമില്ലെങ്കിൽ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ചിപ്സൊക്കെ മേടിച്ചു, ഒരു വാട്ടർ ബോട്ടിലും മേടിച്ചു. ഇവിടുന്ന് പിന്നെ സെൻട്രലിൽ, അതായത് പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. പിന്നെ ഈ സെൻട്രൽ സ്റ്റേഷൻ ഇപ്പോൾ പരിചയമായി. പിന്നെ സ്ക്രീനിലൊക്കെ നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലൊക്കെ കിടക്കണേന്നൊക്കെ സ്ക്രീനിങ് ചെയ്യണമുണ്ട്. നമുക്ക് അധികം പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ചു. അവിടെ എത്തി. ഈ വാതിലാണെങ്കിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് ടൈമാണ്, എനിക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവരുടേതായ ടൈം ആയപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അറ്റ് എ ടൈം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗൊക്കെ ഒരു 1.5-2 മണിക്കൂറും നീണ്ടു നിന്നു. ആ നീണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഫുഡൊക്കെ വന്നത്. മെയിൻ തിങ് ഇത് എവിടേക്കാണ് യാത്ര എന്നുള്ളത് പറഞ്ഞില്ല. ഞാൻ ബാംഗ്ലൂരിലേക്കാണ്, കാരണം എൻ്റെ ചേട്ടൻ അവിടെയാണ് നിൽക്കണത്. ഞങ്ങളിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് വീക്കിലി മാത്രമാണ് കണ്ടുമുട്ടണുള്ളൂ. അതും വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് ഫുഡ് സെർവ് ചെയ്തത് കഴിഞ്ഞിട്ട്, മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫുഡിങ് സ്റ്റാർട്ടാക്കിയത്. ഇതിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഫുഡ് വന്നത് ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഈവനിങ് സ്നാക്സിൻ്റെ ഒരു ട്രിപ്പും അടുത്തൊരു ട്രിപ്പ് നൈറ്റ് ഡിന്നർ സെറ്റാണ് വന്നത്. ഫസ്റ്റ് അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 7-7:15 ഞാൻ ഡിന്നർ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഡിന്നറിന് എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ ചപ്പാത്തിയും പരിപ്പ് കറിയും ചിക്കൻ കറിയും പിന്നെ എന്തോ ഒരു വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം ആൻഡ് കേർഡ് സെർവ് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് നൈസ് ആൻഡ് ഓക്കെ ഫുഡായിരുന്നു. അധികം ടേസ്റ്റി ഒന്നുമല്ല, പക്ഷെ കഴിക്കാൻ പറ്റുന്നൊരിതായിരുന്നു. ഐസ്ക്രീമിന് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പിന്നെ അതങ്ങനെ അടിച്ച് കയറ്റി. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കേർഡ് ഞാൻ അവസാനം, എന്താ പറയുക, ബാംഗ്ലൂർ റീച്ച് ആവാനായിട്ട് മുന്നേ ഒരു 10 അരമണിക്കൂർ മുന്നേ വന്ദേ ഭാരത് 4 മണിക്കൂറിലൊക്കെ ബാംഗ്ലൂർ എത്തും കേട്ടോ, നമ്മൾ ചെന്നൈയിൽ നിന്ന് കയറുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ ചെന്നൈത്തെ ചൂടിൽ നിന്ന് ഈ തണുപ്പിക്ക് പോകുമ്പോഴുള്ള എക്സ്പീരിയൻസൊക്കെ മുന്നേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതിൽ വലിയ സർപ്രൈസിങ് ഒന്നും. പിന്നെ സർപ്രൈസിങ് ഉള്ളത് കുറേ നാൾക്ക് ശേഷമാണ് ചേട്ടനെ കാണാൻ. എന്തായാലും വീക്കിലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് അങ്ങനെയൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ളൂ. മീറ്റ് ചെയ്ത് തന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ 3-4 ദിവസം നിൽക്കാറുള്ളൂ. അത് നോർമലി ഞാൻ നോർമൽ സ്ലീപ്പർ ട്രെയിന് അല്ലെങ്കിൽ ബസ്സൊക്കെയാണ് ബുക്ക് ചെയ്യാറ്. കാരണം അത് ഭയങ്കര ടയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ബാംഗ്ലൂർ എത്തി. ചേട്ടൻ അവിടെ എക്സിറ്റിൽ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കണ്ടതും നല്ല സന്തോഷമായിരുന്നു. കാരണം കുറച്ച് നാൾക്ക് ശേഷമല്ലേ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.